9 മണി. കൊച്ചിയിലെ ആ പ്രമുഖ മാഗസിൻ ഓഫീസിലെ കോൺഫറൻസ് റൂമിൽ ആര്യൻ തന്റെ വാച്ചിലേക്ക് നോക്കി അക്ഷമനായി ഇരിക്കുകയായിരുന്നു. കൃത്യം 9 മണിക്ക് മീറ്റിംഗ് തുടങ്ങുമെന്നാണ് എഡിറ്റർ പറഞ്ഞിരുന്നത്. ആര്യന്റെ കയ്യിലുള്ള ഫയലുകൾ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് സൂചി ഓരോ തവണ അനങ്ങുമ്പോഴും അവന്റെ നെറ്റിയിലെ ചുളിവുകൾ വർദ്ധിച്ചു വന്നു. 10-ാം മിനിറ്റിൽ കയ്യിലൊരു വലിയ ക്യാമറ ബാഗും ചിതറിക്കിടക്കുന്ന മുടിയുമായി മീര മുറിയിലേക്ക് ഓടിക്കയറി വന്നു. സോറി, വല്ലാത്തൊരു ട്രാഫിക് ബ്ലോക്ക്. ഒരു വളിച്ച ചിരിയോടെ അവൾ ആര്യന്റെ എതിരെയുള്ള കസേരയിലേക്കിരുന്നു. ആര്യൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. സമയമെന്നത് ചിലർക്ക് വെറും അക്കങ്ങൾ മാത്രമായിരിക്കും, പക്ഷേ എനിക്കതല്ല. 10 മിനിറ്റ് വൈകുക എന്നാൽ 10 മിനിറ്റ് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. മീര തന്റെ ബാഗ് മേശപ്പുറത്ത് വെച്ച് ഒരു ദീർഘശ്വാസമെടുത്തു. ഹലോ മിസ്റ്റർ ആർക്കിടെക്ട്, നമ്മളൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്, അല്ലാതെ പട്ടാളത്തിൽ ചേരാനല്ല. ഇത്രക്ക് ഗൗരവം കാണിക്കാൻ ഇവിടെ ബോംബ് സ്ഫോടനമൊന്നും നടന്നില്ലല്ലോ. ഡിസിപ്ലിൻ ഇല്ലാത്തവരോടൊപ്പം ജോലി ചെയ്യുന്നത് എനിക്ക് ശീലമില്ല, ആര്യൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. എങ്കിൽ ശീലിക്കേണ്ടി വരും. കാരണം വടക്കൻ മലനിരകളിലെ ആ പഴയ മനകളെക്കുറിച്ച് ഫീച്ചർ എഴുതാൻ എഡിറ്റർ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കൂടെ വരുന്നത് നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പണ്ടേ രാജിവെച്ചേനെ. മീര ഒട്ടും വിട്ടുകൊടുത്തില്ല. എഡിറ്റർ മുറിയിലേക്ക് വന്നതോടെ അവരുടെ തർക്കം താൽക്കാലികമായി അവസാനിച്ചു. പക്ഷേ മുറിയിലുണ്ടായിരുന്ന വായുവിൽ അപ്പോഴും വെറുപ്പിന്റെ ഒരു കനൽ ബാക്കിയുണ്ടായിരുന്നു. അധ്യായം 2. യാത്രയുടെ തുടക്കം. അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് യാത്ര തിരിക്കണം എന്നതായിരുന്നു ആര്യന്റെ നിബന്ധന. മീര കൃത്യസമയത്ത് തന്നെ എത്തിയെങ്കിലും അവളുടെ വേഷവും ബഹളവും ആര്യനെ വീണ്ടും ചൊടിപ്പിച്ചു. ജീൻസും അയഞ്ഞ കുർത്തയും ധരിച്ച് ഹെഡ്സെറ്റിൽ ഉച്ചത്തിൽ പാട്ടും കേട്ടാണ് അവൾ വന്നത്. ആര്യന്റെ വെള്ള നിറത്തിലുള്ള ക്ലീൻ കാറിലേക്ക് അവൾ കയറി. കാറിനുള്ളിൽ ഭക്ഷണം കഴിക്കരുത്, ഉച്ചത്തിൽ സംസാരിക്കരുത്, വണ്ടി അഴുക്കാക്കരുത്. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ആര്യൻ ഒരു റൂൾ ബുക്ക് തന്നെ നിരത്തി. മീര അവനെ നോക്കി കണ്ണുരുട്ടി. ഇതൊരു കാറാണോ അതോ വല്ല മ്യൂസിയമാണോ? മനുഷ്യനൊന്ന് ശ്വാസം വിട്ടോട്ടെ ആര്യൻ. യാത്ര തുടങ്ങി 2 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർക്കിടയിൽ മൗനം കട്ടപിടിച്ചു കിടന്നു. ആര്യൻ റോഡിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മീര ജനാലയിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കി. പെട്ടെന്നാണ് ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടിയത്. പശ്ചിമഘട്ടത്തിന്റെ അതിർത്തിയിലെത്തിയപ്പോഴേക്കും മഴ തകർത്തു പെയ്യാൻ തുടങ്ങിയിരുന്നു. ഈ കാലാവസ്ഥയിൽ മുന്നോട്ടു പോകുന്നത് ബുദ്ധിമുട്ടാണ്, ആര്യൻ പറഞ്ഞു. പേടിക്കണ്ടടോ, മഴയല്ലേ. ഇതിലും വലിയ മഴ പെയ്യുമ്പോൾ ഞാൻ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ട്, മീര നിസ്സാരമായി പറഞ്ഞു. പക്ഷേ പ്രകൃതിക്ക് മറ്റൊന്നായിരുന്നു നിശ്ചയിച്ചിരുന്നത്. ഒരു വലിയ വളവ് തിരിഞ്ഞപ്പോൾ കണ്ടത് വലിയൊരു മരവും കൂടെ മണ്ണും റോഡിന് കുറുകെ വീണ് കിടക്കുന്നതാണ്. വഴി പൂർണ്ണമായും അടഞ്ഞിരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും? ആ തടസ്സത്തിൽ മുന്നിൽ വീണ് കിടക്കുന്ന കൂറ്റൻ മരവും മണ്ണും കണ്ട് ആര്യൻ സ്തബ്ധനായി ഇരുന്നു പോയി. ഇനി എന്ത് ചെയ്യും? വണ്ടി തിരിക്കാനും കഴിയില്ല. ആര്യന്റെ ശബ്ദത്തിൽ പരിഭ്രമം നിഴലിച്ചു. മീര കാറിൽ നിന്നിറങ്ങി മഴയിലേക്ക് നോക്കി. ആര്യൻ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പുറത്തൊരു ചെറിയ കൈവഴി കാണുന്നുണ്ട്, അതെങ്ങോട്ടാണെന്ന് നോക്കാം. മനസ്സില്ലാ മനസ്സോടെ ആര്യൻ വണ്ടി ആ ഇടുങ്ങിയ പാതയിലേക്ക് തിരിച്ചു. റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ആ വഴി വിജനമായിരുന്നു. പെട്ടെന്നാണ് കാറിന്റെ ബോണറ്റിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങിയത്. എഞ്ചിൻ നിലച്ചു. ഗ്രീറ്റ്, ഇനി ഇത് കുറവായിരുന്നുള്ളൂ, ആര്യൻ സ്റ്റിയറിംഗിൽ അടിച്ചു. സാരമില്ല ആര്യൻ, നമുക്ക് നടക്കാം. ദാ അവിടെ ദൂരെ ഒരു വെളിച്ചം കാണുന്നുണ്ട്. മീര ധൈര്യം പകർന്നു. മഴ നനഞ്ഞ് ചെളിയിൽ ചവിട്ടി അവർ ആ വെളിച്ചം ലക്ഷ്യമാക്കി നടന്നു. അതൊരു ചെറിയ ചായക്കടയായിരുന്നു. അതിനോട് ചേർന്ന് ഒരു പഴയ വീടും. അധ്യായം 4. മഞ്ഞുരുകുന്ന രാത്രി. ചായക്കടക്കാരൻ രാഘവൻ നായർ അവർക്ക് അഭയം നൽകി. ഇന്നിനി ടൗണിലേക്ക് പോകാൻ കഴിയില്ല മക്കളെ. പാലം വെള്ളത്തിനടിയിലാണ്. ഇവിടെ ഈ ചെറിയ മുറിയിൽ കഴിച്ചുകൂട്ടാം. ആഡംബരങ്ങളിൽ ജീവിച്ച ആര്യന് ആ ചെറിയ മുറിയും അവിടുത്തെ സൗകര്യങ്ങളും ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. അവൻ ഒരു മൂലയിൽ മിണ്ടാതെയിരുന്നു. എന്നാൽ മീര രാഘവൻ നായരുടെ ഭാര്യയെ അടുക്കളയിൽ സഹായിക്കാനും അവിടുത്തെ കുട്ടികളോടൊപ്പം കളിക്കാനും തുടങ്ങി. അവൾ ചിരിക്കുന്നതും സംസാരിക്കുന്നതും ആര്യൻ ദൂരെ നിന്ന് നോക്കി നിന്നു. രാത്രി ഭക്ഷണത്തിന് ശേഷം അവർ ഉമ്മറത്തെ തിണ്ണയിലിരുന്നു. പുറത്ത് മഴയുടെ സംഗീതം മാത്രം. നിനക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എല്ലാവരോടും അടുക്കാൻ കഴിയുന്നത്? ആര്യൻ സാവധാനം ചോദിച്ചു. മീര പുഞ്ചിരിച്ചു. ആര്യൻ, ജീവിതം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല. എന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. അമ്മ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. ഓരോ ദിവസവും പുതിയൊരു പോരാട്ടമായിരുന്നു. അതുകൊണ്ട് കിട്ടുന്ന നിമിഷങ്ങൾ ആഘോഷിക്കാൻ ഞാൻ പഠിച്ചു. പക്ഷെ നിങ്ങൾ എപ്പോഴും ഒന്നിനു പുറകെ ഒന്നായി ഓടുകയാണ്. ചുറ്റുമുള്ള ഭംഗി കാണാൻ മറന്നുപോകുന്നു. ആര്യൻ ദീർഘശ്വാസം വിട്ടു. എന്റെ അച്ഛൻ വളരെ കർക്കശക്കാരനായിരുന്നു. 1-ാം സ്ഥാനമല്ലാതെ മറ്റൊന്നും അദ്ദേഹം അംഗീകരിക്കില്ലായിരുന്നു. തെറ്റുകൾ വരുത്താൻ എനിക്ക് പേടിയാണ് മീര. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരിൽ നിന്നും അകലം പാലിക്കുന്നത്. ആദ്യമായി അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി. അവിടെ വെറുപ്പിന് പകരം തിരിച്ചറിവിന്റെ ഒരു വെളിച്ചം മിന്നിമറഞ്ഞു. അധ്യായം 5. പുതിയൊരു പുലരി.
അടുത്ത ദിവസം രാവിലെ മഴ മാറി വെയിൽ പരന്നു. രാഘവൻ നായരുടെ സഹായത്തോടെ കാർ നന്നാക്കാൻ ആളെത്തി. യാത്ര തുടരാൻ നേരത്ത് ആര്യൻ തന്റെ വില കൂടിയ ക്യാമറയെടുത്ത് രാഘവൻ നായരുടെയും കുടുംബത്തിന്റെയും ഒരു ചിത്രം പകർത്തി. ഇത് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കും, ആര്യൻ മീരയെ നോക്കി പറഞ്ഞു. അവൾ മറുപടിയായി ഒന്ന് ചിരിച്ചു. യാത്രയുടെ ബാക്കി ഭാഗങ്ങളിൽ ആര്യൻ കാറിലെ പാട്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയില്ല. മീര പാടുന്ന പാട്ടുകൾക്ക് അവൻ താളം പിടിച്ചു. അവർ ലക്ഷ്യസ്ഥാനമായ ആ പഴയ മനയിലെത്തിയപ്പോൾ അവർ വെറും സഹപ്രവർത്തകരല്ലായിരുന്നു. മനയുടെ ഓരോ തൂണും ഓരോ കൊത്തുപണിയും ആര്യൻ വിവരിക്കുമ്പോൾ മീര അത് ആവേശത്തോടെ തന്റെ ഡയറിയിൽ പകർത്തി. അവരുടെ ജോലിയിൽ ഒരു പുതിയ താളം കൈവന്നു. അധ്യായം 6. ദിശ മാറിയ യാത്ര. പ്രോജക്റ്റ് കഴിഞ്ഞ് തിരികെ കൊച്ചിയിലെത്തിയപ്പോൾ രണ്ടാളും മൗനത്തിലായി. പക്ഷേ ആ മൗനം പഴയതുപോലെയുള്ള വെറുപ്പിന്റേതായിരുന്നില്ല, മറിച്ച് വേർപിരിയുന്നതിന്റെ സങ്കടമായിരുന്നു. ഓഫീസിന് മുന്നിൽ മീരയെ ഇറക്കുമ്പോൾ ആര്യൻ ചോദിച്ചു, മീര, അടുത്ത ആഴ്ച ഒരു പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. ഇടുക്കിയിലെ കാടുകളിലാണ്. നീ വരുന്നുണ്ടോ? മീര തന്റെ ബാഗ് തോളിലിട്ട് അവനെ നോക്കി കണ്ണു ചിമ്മി. സമയം കൃത്യമായി പാലിക്കണം എന്ന് നിർബന്ധമില്ലെങ്കിൽ ഞാൻ വരാം. ആര്യൻ പൊട്ടിച്ചിരിച്ചു. ശരി, 10 മിനിറ്റ് ലേറ്റ് ആയാലും ഞാൻ കാത്തിരിക്കും. അവർ പരസ്പരം കൈവീശി യാത്ര പറഞ്ഞു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും മോശം യാത്ര എന്ന് കരുതിയത് യഥാർത്ഥത്തിൽ ഏറ്റവും മനോഹരമായ ഒന്നായി മാറിയിരുന്നു. വെറുപ്പിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര സ്നേഹത്തിന്റെ പുതിയൊരു പാതയിലേക്ക് അവർക്ക് വഴി തുറന്നുകൊടുത്തു. ശുഭം.